Jello. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സർപ്രൈസാണ്, ലാസ്റ്റ് തുടങ്ങി കാണാം. ഇതൊന്നും അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ആമി ഇവിടെ ഇരിക്കേ, ഞാനത് തലകമ്പ് എന്റെ രകമ്പത്തല്ലേ. ഇന്ന് തീർത്ത് തല അത്രയൊന്നും അക്കാഡമിക്കലി വലിയ സംഭവമൊന്നും ആയിരുന്നില്ല ഞാൻ. എന്നെ ആരും വിളിച്ച് 10A+, +2 ഫുൾ A+ കിട്ടിയതിന്റെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയതിന്റെയോ ഒന്നും ആരും വിളിച്ച് ഇതൊന്നും തന്നിട്ടില്ല. കാര്യം ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ സൈക്കോളജി ഇവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു, വേറെ ഇത് നീ ഇത് എഴുതണ്ട, മറ്റു ധാരാളം അഴിമതികൾ ലോകത്തുണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് എഴുതിയാൽ മതിയാവുമെന്ന് പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്യിക്കുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഇത്രയും മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിക്ക് തേക്കിട പാഠം എന്ന് പറയുന്നത് മലയാളത്തിലൊരു വാക്ക് പോലും അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതൊരു തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലിമിറ്റേഷൻ. ഇത്രയും മാർക്ക് വാങ്ങിച്ച ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 75% മുകളിലുള്ളവർക്കും ഇവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. എനിക്ക് 75 മുകളിലായിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ വരാനുള്ള യോഗ്യത ഉണ്ട്. അതില്ലാന്ന് പറയരുത് നിങ്ങള്. A+ ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് A+ കിട്ടിയിട്ട് എൻ്റെ ഒരു ഫ്ലെക്സ് അടിക്കണമെന്നുള്ളത്. പുള്ളിക്ക് ഇതുവരെ ആ ആഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു വിഷമം പുള്ളിക്കുണ്ട്. പക്ഷെ എല്ലാത്ത ഫ്ലെക്സുകളൊക്കെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സിനിമയുടെ പോസ്റ്റർ വരുമ്പോ അതില് മാത്രം എന്റെ തല കാണാനുള്ള ഭാഗ്യം പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും അച്ഛന്റെ ആഗ്രഹം ഞാൻ LLBക്ക് റാങ്ക് വാങ്ങിച്ചിട്ട് എന്റെ ഒരു ഫ്ലെക്സ് വെക്കണമെന്നാണ്. അതിനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിപ്പോ ഞാനിപ്പോ LLB ഓടിച്ചോണ്ടിരിക്കുക. അതും സാധാരണ പോലെ തന്നെ അങ്ങനെ വലിയ റാങ്കോ ഇതൊന്നും ഇല്ലാതെ സാധാരണ നോർമലി തട്ടിമുട്ടി പാസ്സായി പോകുന്നുള്ളതേ ഉള്ളൂ. ഈ നിങ്ങളെ ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു ഹാർഡ് വർക്ക്, ആ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഫോക്കസ് ഒന്നും നമുക്കില്ല. അതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. മനസ്സിലായോ? നിങ്ങൾ ഫോക്കസ് ചെയ്തൊരു ഒരു വർഷം ഒരു റാങ്ക് ഇടണമെങ്കിൽ ഒരു വർഷം മൊത്തം ഇരുന്ന് പഠിക്കണം, എന്നാലും ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കളിക്കാൻ പോക്ക്, അവിടെ പോയി മറ്റേ പരിപാടി, അടുത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞ നമ്മളുടെ ഓരോ എൻജോയ്മെന്റ്സ് പരിപാടികൾ. നമ്മൾ ചിലപ്പോ തലേദിവസം ഇരുന്ന് പഠിച്ച് പാസ് മാർക്ക് വാങ്ങുമായിരിക്കും. ഞാനൊക്കെ അങ്ങനത്തെ ആളാ. ഞാൻ തലേദിവസം ഇരുന്ന് പഠിച്ച് പാസ് മാർക്ക് വാങ്ങിച്ച് ജീവിച്ചു വന്ന ആളാ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ എനിക്കതാണ് ഇഷ്ടം, ഞാൻ കൂളാണ് എന്നുള്ളതുകൊണ്ട്. Amin Abdullah.
Harold TP, son of Mary Dawn, Cotton Line.